എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു നല്ല പനീറിൻ്റെ റെസിപ്പി പറഞ്ഞു തരട്ടെ. പനീറിൻ്റെ റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് ഒരുപാട് അറിയാം, ഞാൻ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു റെസിപ്പിയാണ് ഇന്ന് പോസ്റ്റ് ചെയ്യുന്നത്. കൂട്ടുകാർക്കെല്ലാം മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം. ചപ്പാത്തിക്ക് നല്ലൊരു സൈഡ് ഡിഷാണിത്. അതുപോലെ തന്നെ റൈസിനും, പ്രത്യേകിച്ച് പ്ലെയിൻ വൈറ്റ് റൈസ് നല്ല റെസിപ്പിയാണ്. ഞാൻ ഓർപ്പിക്കാറുണ്ട്, വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഹോം ഫുഡ് ഈസ് ദ ബെസ്റ്റ് ഫുഡ്, സോ കുക്ക് അറ്റ് ഹോം. പനീർ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ആദ്യം തൈരാണ് ഞാൻ ചേർത്തത്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റെല്ലാം ഞാൻ വീഡിയോയുടെ ഒടുവിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നേക്കാം. ഇത് മുളക് പൊടി, പിന്നീട് അല്പം മല്ലിപ്പൊടി, അല്പം ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പ്. അപ്പോൾ ഇത് ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് ഈ പനീർ ഒരു 15-20 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ മതി. മേത്തി ലീവ്സ്, ഉലുവയില, അത് കൊണ്ടൊന്ന് തിരുമ്മി ഉലുവയിലയും കൂടി ഇടാം. ഇതിലേക്ക് ചതുരത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് നമ്മുടെ മാരിനേഡ് പുരട്ടി ഒരു 10-15 മിനിറ്റ് ഒന്ന് വെച്ചിട്ട്, എരിയൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോണേ. അപ്പോൾ ഇത് പുരട്ടി വെച്ച് ഇതിവിടെ ഇരിക്കട്ടെ. നമുക്ക് ബേസ് കട്ടിയുള്ള ഒരു പാൻ വയ്ക്കാം. അതിലേക്ക് ഞാൻ ഉരുക്കിയ ബട്ടറാണ് ഒഴിക്കുന്നത്. അതിലേക്ക് നമുക്കൊരു ഇച്ചിരി ജീരകം ഇടാം, ക്യുമിൻ സീഡ്. അപ്പോൾ ജീരകം പൊട്ടുന്ന ഉടനെ നമുക്ക് വെളുത്തുള്ളി ഇടാം. വെളുത്തുള്ളി ഒരു ശകലം ഒന്ന് ലൈറ്റ് ബ്രൗൺ ആകണം. ആ സമയം നമുക്കതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് റെഡ് ഓണിയൻസ് അഥവാ സവാള ഇട്ട് കൊടുക്കും. ഇത് നന്നായിട്ട് റോസ്റ്റ് ആവണം. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റാക്കി ഇടും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഇപ്പോൾ തന്നെ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ ആ ബെല്ലൈക്കണും ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടും. ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളകും കൂടെ. സോൾട്ടഡ് ബട്ടർ ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഉപ്പിടാഞ്ഞത്. അൺസോൾട്ടഡ് ബട്ടറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഉപ്പിടണം. അത് ഉള്ളി പകുതി വഴന്ന് കഴിയുമ്പോൾ ഇട്ടാലും മതി. ഉള്ളി ഏകദേശം നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്കിതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കണം, ബെൽ പെപ്പർ. ഇനി ഇതൊന്ന് റോസ്റ്റ് ചെയ്യാം. ഈ റോസ്റ്റ് ചെയ്യുമ്പം ക്യാപ്സിക്കം നമ്മൾ ഒരുപാട് റോസ്റ്റ് ചെയ്യേണ്ട. അപ്പോൾ തീ ഒരു ശകലം ഒന്ന് കൂട്ടി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് മാക്സിമം ചെയ്താൽ മതി. ആവശ്യമെങ്കിൽ ഒരല്പം ഉപ്പൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കണം. ക്യാപ്സിക്കത്തിനൊന്നും ഉപ്പ് ചേർത്തതല്ലല്ലോ. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരു 3 മിനിറ്റ് മതി. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിനകത്തോട്ടൊന്ന് മാറ്റിയെടുക്കണം. അതിങ്ങനെ ഒന്ന് ചായച്ച് വെക്കാമെങ്കിൽ എക്സ്ട്രാ ആയ ഓയിൽ നമുക്കിനി എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മസാല പരട്ടി വെച്ചിരുന്ന പനീർ ഇട്ട് കൊടുക്കാം. ഇത് ആവശ്യമെങ്കിൽ കുറച്ച് ബട്ടർ കൂടി ഇട്ട് കൊടുക്കണേ. അതുപോലെ ചെറിയ തീയിൽ ചെയ്യുക. പനീർ ഒരല്പം റോസ്റ്റ് ആകുന്നതാണ് ഇതിന് നല്ലത്, പൊട്ടിപ്പോകാതെ നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അതുപോലെ ആ മാരിനേഡ് മുഴുവൻ ഒഴിച്ചു കൊടുക്കാം. അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഗ്രേവി. മസാല ചട്ടിയെ പിടിക്കാതെ അതിൻ്റെ ആ ചട്ടിയുടെ ബേസ് നോക്കി വേണം ഇളക്കി ഇത് ഫ്ലിപ്പ് ചെയ്തിടുക. എണ്ണയൊക്കെ തെളിയാൻ തുടങ്ങിയിട്ടുണ്ട് നോക്കി. ഇനി ഇതിനകത്തേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഉള്ളിയും ക്യാപ്സിക്കും ശ്രദ്ധിച്ച് ഇത് ഇളക്കണം. ഇപ്പോൾ നമ്മുടെ ഈ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിയോടൊക്കെ വളരെ നല്ലൊരു റെസിപ്പി. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ആ തംസ് അപ്പ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്.